സോറി, ഇതിൽ രണ്ടുപേർക്ക് മാത്രമേ പോകാൻ പറ്റൂ. നോൺസെൻസ്. ആരാ പറഞ്ഞത്? ഇപ്പൊ നോക്കിക്കേ. വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ അത് ഇങ്ങനെയാവെന്ന് പറഞ്ഞില്ലല്ലോ. രക്ഷപ്പെട്ടു പോയാൽ ഇതിലെ പോകാനാ വഴി. ഓ, വലതുഭാഗത്തേക്ക് പോ. എനിക്ക് പോകാൻ കഴിയില്ല. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അവനെ പിടിക്കാൻ സാധിക്കും. ഇങ്ങോട്ട് തിരിക്കൂ. അയ്യോ, അല്ല, ഇപ്പുറത്തേക്ക്. അയ്യോ, എനിക്ക് എന്താ ചെയ്യുന്നത് പിടികിട്ടുന്നില്ല. ഒരു നിമിഷം കൊണ്ട് എന്റെ ജീവൻ പോയെന്നാ തോന്നിയേ. നമ്മളിപ്പോ വളരെയേറെ ശ്രദ്ധിക്കണം. അവൻ ആരാണ്, നമ്മളിൽ നിന്ന് അവൻ എന്താണ് വേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. വേഗം വരൂ, ഇതിനുശേഷം എനിക്ക് ക്ഷമിക്കാനാവില്ല. ഇത് അവര് തന്നെയാ. ഫേമസ് ആയ ഒരു ഗായികയാണ്. ഞാൻ കണ്ടു. പക്ഷെ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല. അങ്കിൾ, ഞാനിവിടെ ഉണ്ട്, എന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഓ, പറയാൻ മറന്നു, ഇവനെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഇവൻ എന്റെ നല്ല കൂട്ടുകാരനാ. പുറത്തു നിൽക്കുമ്പോ ഇവിടെ കരച്ചിൽ ശബ്ദം കേട്ടു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണ് എന്റെ ശബ്ദം ഉള്ളത്. നിങ്ങളുടെ ശബ്ദം വളരെ നല്ലതാണ്, പക്ഷെ ഇനിയും ഫേമസ് ആയില്ലല്ലോ. നിങ്ങളെന്താ മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഓ, അങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അല്ല, എന്നോടെന്തോ സംസാരിക്കുന്നു പറഞ്ഞു. പറയാതെ സിറ്റിയിൽ നടക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നന്നായി. അത് സൂപ്പർ. ഈ കാര്യം വളരെ രഹസ്യമായിരിക്കണം. പക്ഷേ ഞങ്ങളെങ്ങനെ നിങ്ങളെ എന്റെ സഹായിക്കാം? വീടിന് ചുറ്റും എപ്പോഴും നോക്കിയാലും ഈ പത്രക്കാരാ. എന്നെ കൊണ്ട് ഒരു കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ഞാൻ എപ്പോഴാണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. പക്ഷേ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ എന്നെ പുറത്തേക്ക് കരുതലോടെ കൊണ്ടുപോകുമെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എനിക്ക് ആഘോഷത്തിൽ പങ്കെടുക്കണം. ഒരു എന്നെ ഫ്രണ്ടിന് വേണ്ടി സഹായിക്കാവോ? ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങൾക്ക് എന്നെ നന്നായി വിശ്വസിക്കാം. എന്നെയും. പത്രക്കാരും ടിവിക്കാരുമെല്ലാം നിങ്ങൾ അവരുടെ ശ്രദ്ധ തിരികെ, ഞങ്ങൾ പിൻവഴിയിലൂടെ പൊക്കോളാം.